തന്നെ ഒരു പന പിടിച്ച വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു 2 ദിവസത്തെ വ്ളോഗ് ഉണ്ടാവും. അപ്പം ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. പനിയെല്ലാം വന്ന് മാറിയിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു ഇത്. ഇക്കാക്ക എന്തോ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നാട്ടിൽ കാറിൻ്റെയൊക്കെ ലൈസൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ലൈസൻസൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്ട്രേഷൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇക്കാക്ക പോയപ്പോൾ ഞാനും ഷെസും കൂടി ഇറങ്ങിയതാണ്. അപ്പോൾ വലിയ തണുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, സ്നോ വീഴുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഷെസു ജാക്കറ്റ്സും അതേപോലെ ഫേസും കാര്യങ്ങളൊക്കെ കവർ ചെയ്തേക്കണോണ്ട് അവനിക്കും വലിയ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ രജിസ്ട്രിയിലായിരുന്നു പോവേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ. ഞാനിവിടെ വന്നിട്ട് ഇതുവരെ വെഹിക്കിളിൻ്റെ ലൈസൻസ് എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് കാറിൻ്റെ ലൈസൻസ് ഒന്ന് എടുക്കണം എന്നൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഞാനെന്ന് വിചാരിച്ചു, അന്ന് പോയപ്പോൾ അന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ. പക്ഷേ എൻ്റെ പേടി കാരണം ഞാനന്ന് ചെയ്തില്ല. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഇനി ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി നോക്കുന്നില്ല. ഇപ്പോൾ 2-3 ദിവസമായി ക്രീം പാസ്ത ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ ഒരു മോഹം. പക്ഷെ എന്നാലും കഴിക്കൊന്നുമില്ല. കാരണം ഞങ്ങളുടെ കൂടുതലും സ്പൈസി ഓർ മസാലയാണ് ഉണ്ടാക്കാറുള്ളത്. എന്നാലും ആ ഒരു ആഗ്രഹപ്പുറത്ത് ഞാൻ ഒന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. ചീസും അതേപോലെ എല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതൊന്ന് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കഴിക്കാതെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതേപോലെ 2 ദിവസത്തെ 3 ദിവസത്തെയൊക്കെ വ്ളോഗ്സ് കമ്പൈൻ ചെയ്ത് ഇടുന്നത് നമുക്ക് എടുക്കാനുള്ള ടൈമില്ല. തന്നെയല്ല, ഇതേപോലെ തന്നെ ഒരു 1-1.5 ആഴ്ച സുഖമില്ലാതെയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില സമയത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല വീഡിയോസ് എടുക്കാൻ. അങ്ങനെയൊക്കെയാണ്. കാരണം എടുത്ത ക്ലിപ്സൊക്കെ തന്നെയായിരിക്കും കൂടുതലും എടുക്കുക ഡെയിലി വ്ളോഗ്സ് ആകുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് പിന്നെ എടുക്കാനുള്ളൊരു മടി കാരണം അങ്ങനെ ക്ലിപ്സൊന്നും ഇപ്പോൾ എടുക്കാറില്ല. അതുകൊണ്ടാണ് 2-3 ദിവസത്തെ കുറേ ക്ലിപ്സൊക്കെ കമ്പൈൻ ചെയ്തൊരു വീഡിയോ ആക്കി ഇടുന്നത്. അങ്ങനെ കഴിക്കാതെ എടുത്തു വെച്ച സാധനം അങ്ങനെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ പിന്നെ കുറേ വെജീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തു വയ്ക്കാൻ വേണ്ടി പോവായിരുന്നു. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ അവിടെ നിന്ന് എണീക്കുന്നത്. ഈ ഒരു വിൻഡോ പലപ്പോഴും തുറക്കാറൊന്നുമില്ല കേട്ടോ. കാരണം തുറന്നു കഴിഞ്ഞാൽ എന്തോ പുറത്തുള്ളതാണ്, അപ്പോൾ മൊത്തം അകത്തേക്ക് കയറി എന്നുള്ള മട്ടാണ്. കാരണം ഗ്ലാസ്സൊന്നും അങ്ങനെ ഓപ്പൺ ചെയ്യാറൊന്നുമില്ല. പിന്നെ അത് ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് വെളിച്ചം കയറട്ടെ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടിട്ട് വീണ്ടും എണീറ്റ് വന്നപ്പോഴാണ് ഇതേപോലെ പാത്രങ്ങളെല്ലാം പെൻഡിങ് വെച്ച പോലെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി. നാട്ടിൽ നിന്ന് ഇരുന്നപ്പോൾ ഈ പാത്രം കഴുകാതിട്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായി. കാരണം പാത്രം കഴുകി ഏറ്റവും വെറുത്തിട്ടുള്ളൊരു പണി ആ പാത്രം കഴുകൽ മാത്രമാണ് കേട്ടോ. പിന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആയപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇക്കാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടി ആക്കാമെന്ന് വിചാരിച്ചിട്ടൊരു സ്നാക്ക് ആക്കിയതാണ്.
കാര്യം വേറൊന്നുമല്ല, രാത്രി ആരും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു മുട്ടയും പിന്നെ ബ്രെഡും ഒക്കെ ആയിട്ട് ചെറുത് സ്നാക്കായിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അത് കുറച്ച് രാത്രിത്തേക്കും കഴിച്ചു, ബാക്കി എന്നാൽ രാവിലെ തന്നെ കാക്ക് കൊടുത്തും വിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും ഇവിടെ ചിലവുള്ളൊരു കേസാണ് ഈ ഒരു ബ്രെഡ് കേട്ടോ. കാരണം ഷെസു രാവിലെ ക്ലാസ് പോകുമ്പോഴായാലും അവൻ കൂടുതലും കഴിച്ചിട്ട് പോണത് ബ്രെഡും കീയും ടോസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കാരണം വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നേരത്തിന് ക്ലാസ്സിലൊന്നും എത്താൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ കൂടുതലും സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ആക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ബ്രെഡ് എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ. പിന്നെ അതൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് ഞാൻ അങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ രാത്രിത്തെ പട്ടിണി കിടക്കൽ കണ്ടു കഴിഞ്ഞാൽ ഷെസും ഇപ്പോൾ അതൊരു പതിവാക്കിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കല്ല ഷെസു പറയുന്നുണ്ടായിരുന്നു അവനിക്ക് ചോറൊന്നും വേണ്ട, എനിക്ക് ഫ്രൂട്ട്സ് മതി എന്നുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെ അനുവദിക്കാറൊന്നുമില്ല. പിന്നെ ക്ലാസ്സിൽ പോയി വരുന്ന സമയത്ത് കുറച്ചെന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ അത് 2 നേരം എന്നുള്ളതൊക്കെ ചോറൊക്കെ ഇപ്പോൾ 1 നേരമൊക്കെയാണ് അവൻ കഴിക്കുകയുള്ളൂ. പിന്നെ അവനിക്ക് ഫ്രൂട്ട്സ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഓറഞ്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവനിക്ക് ഫ്രൂട്ട്സ് ആണെങ്കിൽ അവൻ കഴിച്ചോളും, പക്ഷേ വെജിറ്റബിൾസ് ഒന്നും അവൻ കഴിക്കുകയില്ല. പിന്നെ അകത്തി എന്നാൽ നല്ല ആയതുകൊണ്ട് തന്നെ ഞാനതിന് മുടക്കം പറയാറില്ല കേട്ടോ. ഇവിടുത്തെ ഈ ഒരു ഓറഞ്ച്, ഇത് ഓറഞ്ചാണോ മൊസംബി ആണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഭയങ്കര തൊലിക്ക് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ അതിങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് എടുത്തിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് അവനിക്ക് കട്ട് ചെയ്ത് കഴിക്കാനുള്ള എളുപ്പത്തിനാക്കി ഞാൻ പാത്രത്തിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അതിൻ്റെ തൊലി കളയാനും അതിൻ്റെ കട്ട് ചെയ്ത് കൊടുക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട. ആ പരിപാടി ഒറ്റയടിക്കന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് കഴിച്ചോളും. പിന്നെ ആ ഭാഗത്തേക്ക് തിരിയണ്ട കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ അവൻ്റെ ഗെയിം കളിയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിടക്കാറ് കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം തമ്മിൽ കണ്ട പോലെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകുന്ന ദിവസമാണ് കേട്ടോ. ഷെസുവിന് രാവിലെ തന്നെ ടേക്ക് കെയറിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് സർപ്രൈസ് ആയിട്ട് ഈ ഒരു ലൈസൻസ് എടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് പറയാണ്ട് ഞാൻ പോയിട്ട് ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും എന്നുള്ളത്. കാരണം ഒരു ധൈര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ആ വഴിക്ക് അങ്ങോട്ട് പോയി അത് നേടിക്കൊണ്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു. ഇന്ന് എനിക്ക് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ലീവ് എടുത്ത് കഴിഞ്ഞാലും ശരിയാവില്ല എന്ന് എനിക്കറിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എനിക്ക് എന്തായാലും ആ ലേണേഴ്സിൻ്റെ കേസ്, ലേണേഴ്സ് എന്ന് പറഞ്ഞത് നമുക്കിവിടെ ക്ലാസ് 7 ആൻഡ് ക്ലാസ് 5 ആണ് പറയുന്നത്. നാട്ടിലത്തെ ലേണേഴ്സ് എന്ന് പറയുന്നത് ക്ലാസ് 7ഉം പിന്നെ റോഡ് ടെസ്റ്റ് ക്ലാസ് 5ഉം. നാട്ടിലുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ നാട്ടിലത്തെ ലൈസൻസ് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് കൊടുത്തിട്ട് ഇവിടുത്തെ റൂളിൽ ഇവിടെ വീണ്ടും ആ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ നോളേജ് ടെസ്റ്റ് പാസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ ലേണേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് റോഡ് എന്തോ 6 months അങ്ങനെ എന്തോ ആണ് ഓടിക്കാൻ പാടുള്ളൂ എന്ന് എന്തോ ഉണ്ട്. ഇവിടെ ഈ ഒരു ക്ലാസ് 7 ലൈസൻസ് ഉണ്ടെങ്കിൽ, ലൈസൻസ് ഉള്ള ആൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാം എന്നുള്ളൊരു റൂളുണ്ട്. അപ്പം ഞാനത് എഴുതി പാസ്സായിട്ടുണ്ടായിരുന്നു. എന്തായാലും റോഡ് ടെസ്റ്റൊന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം
എനിക്ക് അതിനോട് വല്ല താല്പര്യമൊന്നുമില്ല. കാരണം ലൈസൻസ് ഉള്ള ഒരാളടുത്തുണ്ടെങ്കിൽ, ഇക്കാക്ക ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാമല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് വെറുതെ എനിക്ക് എടുക്കണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല, ആ ഒരു ആഗ്രഹപ്പുറത്ത് പോയി എഴുതിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ കൂടുതലും നമ്മൾ ജോബിനൊക്കെ വേണ്ടി പോകുമ്പോഴാണ്, ഇവിടെ ലൈസൻസ് ഉണ്ടെങ്കിലാണ് കൂടുതലും ഒരു 80% ജോബ് നമുക്ക് കിട്ടുക. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുൻകൂട്ടി കണ്ട് എടുത്തിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ ഒരു ലൈസൻസിൻ്റെ ഒരു കാര്യം എന്നുള്ളത് കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഷെസൂനെ വിളിക്കാൻ വേണ്ടി ഞാനും ഇക്കായും കൂടി ഒരുമിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എപ്പോഴും വരുമ്പോൾ തന്നെ സർപ്രൈസും കാര്യങ്ങളൊക്കെ അവൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയൊരു ടോയ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈനേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ടഫാണ്. ഒരു അടിക്കൊന്നും അങ്ങനെ ആരും കയറിപ്പോരാരൊന്നുമില്ല. കാരണം നമ്മൾ പഠിക്കാൻ വേണ്ടി ഇവിടെ ഒരു PDF ഉണ്ട്, അതെടുത്ത് പഠിച്ചു കഴിഞ്ഞാലും അവിടെ പോയി കഴിഞ്ഞാൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ വേറെ ആയിരിക്കും. പിന്നെ ഇവിടുത്തെ റൂള് വേറെയാണ്. പാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിജക്ഷൻ വരും. അപ്പോൾ നാട്ടിലത്തെ പോലെയല്ല, കുറച്ച് ടഫാണ്. പക്ഷെ എന്നാലും ഇക്കാക്കട നോളജ് ടെസ്റ്റിന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ച് പഠിച്ച് എൻ്റെ ഒരു പ്രതീക്ഷപ്പുറത്ത് പോയി എഴുതി കിട്ടിയതായിരുന്നു അത്. ആ വഴി നേരെ ഞാൻ ഇക്കാക്കയും ഒരുമിച്ചിട്ടൊന്ന് ടൗണിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഷെസൂനെ വിളിക്കാൻ പോയതാണ് കേട്ടോ. അങ്ങനെ ഷെസൂൻ്റെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു ചെറിയ ടോയ് കിട്ടിയപ്പോഴേക്കും ഷെസു ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫിഷൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വെള്ളത്തിലിട്ടിട്ട് അതൊക്കെ എന്തെങ്കിലും കുറച്ച് ഫ്രൈ ആക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്ന പരിപാടിയാണ് കേട്ടോ ഇത്. ഈ പറഞ്ഞ സാധനം ഐസ് ക്യൂബ് വയ്ക്കുന്ന ട്രേ ആണ് കേട്ടോ. ഞാനപ്പോൾ ഇതിൻ്റെ ചെറിയൊരു സൈസായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്കത് കിട്ടിയില്ലായിരുന്നു. ഈ തണുപ്പത്ത് ഐസ് ക്യൂബ് എന്തിനാണെന്നായിരിക്കുമല്ലേ. ഷെസു എപ്പോഴും ജ്യൂസ് കൊടുത്താൽ തന്നെ അവനിക്ക് ഒരു ഐസ് ക്യൂബ് ഇടാൻ വേണ്ടി എപ്പോഴും ഡിമാൻഡ് ചെയ്യലുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ ഓർത്തപ്പോൾ വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് വാങ്ങിയ കാര്യം ഷെസൂന് ഇപ്പോൾ പോലും അറിയാൻ പാടില്ല കേട്ടോ. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ ഫ്രിഡ്ജ് തുറന്ന് ഐസ് കഴിക്കലും അസുഖം വരലും മാത്രമായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും വന്നു, അപ്പോൾ ഫിഷ് ഫ്രൈ ആക്കാം, അതും കറി വെച്ച് കഴിഞ്ഞാൽ നാളെ എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഒരു പ്ലാൻ കേട്ടോ. അങ്ങനെ ഫിഷ് കറി വയ്ക്കാനുള്ള പ്ലാനിലാണ്. ഇപ്പം നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ എനിക്ക് നാളെ ക്ലാസ് ഇല്ലാത്തൊരു ദിവസം കൂടിയാണ്. അപ്പോൾ ഷെസ് പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വീട്ടിൽ ഇരിക്കാമല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് കുക്ക് ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ മിക്കവാറും നമ്മുടെ Q&A വീഡിയോ ആയിരിക്കും കേട്ടോ. ഞാനത് നീട്ടി കൊണ്ടുപോയതാണ്, കാരണം അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പോസ്റ്റായി കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിക്കവറായി വന്ന് കഴിഞ്ഞിട്ട് മാത്രം ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. മേ ബി ഞാനത് നെക്സ്റ്റ് ആയിട്ട് ഇനി ഇടുന്നതും Q&A ആയിരിക്കും. ഇപ്പോൾ എനിക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡേറ്റൊക്കെ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ കോളേജിൻ്റെ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇരിപ്പാണ് കേട്ടോ. ഈ കണ്ണ് ഡേറ്റ് കൺഫേം ആക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പഠിക്കലൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം എക്സാമിൻ്റെ തലേന്ന് മാത്രം ബുക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് കുക്ക് ചെയ്ത സ്മെല്ലൊക്കെ പുറത്തേക്ക് പോകാൻ കുറച്ച് പാടാണ്. നമ്മൾ എക്സോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്നും ആ സ്മെല്ല് പോവില്ല. അപ്പം ഞാൻ ഇവിടെ ക്യാൻഡിൽസും അതേപോലെ പല കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഒട്ടും എഫക്റ്റീവ് അല്ല ഈ വീടിൻ്റെ അകത്ത് കേട്ടോ. ലാസ്റ്റ് എനിക്ക് തോന്നിയ പണിയാണ് ചന്ദനത്തിരി വാങ്ങിക്കുക എന്നുള്ളത്. ഇവിടെ കൂടുതലും പഞ്ചാബീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഈ പൂജ ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ പോയിട്ട് ചന്ദനത്തിരി വാങ്ങിയതാണ് കേട്ടോ. ഈ സംഭവം കത്തിക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, നമ്മുടെ അലാം അടിച്ചു കഴിഞ്ഞാൽ ഫയർഫോഴ്സ് വരുമോ എന്നുള്ളത് കേട്ടോ. പക്ഷേ ഞാനെന്തൊരു ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പരീക്ഷണം പോലെ ഞാനത് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അലാമൊന്നും അടിച്ചിട്ടില്ല. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഷെസു TV കാണാൻ വേണ്ടിയിരുന്നു. അപ്പം ഞങ്ങളുടെ അന്നത്തെ ഒരു ദിവസം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ.